സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. Greetings to you all in the precious name of our Lord and Savior Jesus Christ. I'm so happy to be able to speak to you on behalf of Pastor Kochepa about some of the amazing things that God is doing through this ministry around the world. Since 2005, Pastor Kochepa has had the privilege to minister in different countries, including India, Africa, and the United States. And the power of God has been evident in every one of those places. We've seen amazing things happen. Over 16 times when weather would prevent people from coming together to hear the Word of God, God moved in mighty ways and prevented the weather from stopping the people to come together. Even political disputes and labor disputes that could have kept God's people away from hearing the gospel, God moved in all those avenues and enabled them to come together and receive the message of Jesus Christ. Numerous healings have also taken place through this ministry, and we've witnessed the power of God change people's lives forever. In India, a young woman on a train met with Pastor Kochepa while he was traveling to a different place. She had been crippled by back pain from disc problems for so long that she couldn't even walk. Pastor Kochepa was able to pray with her there on that train, and God healed her completely. In fact, her doctors, after they saw her afterwards, said that she had no problems in her back. She had been healed completely by the power of God. What do you want? Break down the bread of life, dear to me. As thou didst break the Lord, skies and seas, may on this sacred day I sing.
കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഊസ്റ്റൻ പ്രദേശത്ത് കർത്താവിൻ്റെ വചനവുമായി TV പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇതിൽ കൂടി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നടത്തുന്ന ഈ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുകയോ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിലിലോ ടെലിഫോൺ നമ്പറിലോ ഞാനുമായി ബന്ധപ്പെടുവാൻ സാവകാശമുണ്ട്. ഇപ്പോൾ കരോളിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന മീറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ആനയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പിന്നെ കൊടുക്കാനായിട്ടല്ല വന്ന്, എന്നാൽ വാങ്ങുന്നതിനേക്കാളും കൊടുക്കുന്നത് നല്ലതെന്നൊരു വചനവുമുണ്ട്. ദൈവദാസന്മാർ പറഞ്ഞത് അനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. വിശിഷ്ട അതിഥികൾ എസ്പെഷ്യലി ഫ്രം പാകിസ്ഥാൻ ഓൾസോ came here to deliver the message and I want to hear from you. Hallelujah. Praise the Lord. ദൈവത്തിന് മഹത്വം. സ്തോത്രം. പെട്ടെന്ന് ഉള്ളതായോണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് തന്ന ഈ ദിനങ്ങളിൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഏപ്രിൽ മാസത്തിലെ കർത്താവ് എന്നോട് ഇടപെട്ടതും എനിക്ക് തന്നതുമായ ആ വചനത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് നല്ല ഉള്ളത്തിൽ പൊങ്ങി വന്ന അതേ കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മോശെ ദൈവം വേർതിരിച്ചു ഒരു കൂട്ടം ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാനായിട്ട്. ഇസ്രായേൽ മക്കള് മിസ്രയീം അടിമനുഖത്തിലിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ മോശെ ദൈവം ഒരുക്കിയെടുത്തു. മോശ ഹെസിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് കഴിവില്ല അതൊക്കെ പറഞ്ഞു. പക്ഷേ മോശെ ദൈവം ഒരുക്കിയെടുത്തത് ഒരു അഭിഷേകം കൊടുത്തുകൊണ്ട് അവിടെ നിർത്തുകയായിരുന്നു. ഒരു അതോറിറ്റി ആൻഡ് ദി അനോയിന്റിങ് ഗിവൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അത് കൊടുത്തിട്ട് ആ അധികാരത്തോടു കൂടിയാണ് പോകുന്നത്. തനിയെ കഴിവില്ല. നമുക്കാർക്കും തനിയെ ഉള്ള കഴിവിൽ ഒന്നും നേടാൻ സാധ്യമല്ല. ദൈവത്തിന്റെ കൃപയും കരുണയും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സകലവും സാധ്യം. ഈ മോശയെ കൊണ്ട് ദൈവം ചെയ്യിച്ചത് നമുക്കറിയാം. അങ്ങനെയൊക്കെ ചെയ്യിച്ച് അനേക കഷ്ടതകളിലൂടെ, അനേക പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഒക്കെയും കടന്നുപോയ മോശ ദൈവം അവിടെയും എല്ലായിടവും വിടുവിച്ചെടുത്തു. അതിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ ജനത്തെ വിടുവിച്ചുകൊണ്ട് 10 അത്ഭുതങ്ങൾ നടത്തി. ഒടുവിൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് ചെങ്കടൽ കടത്തി. അവിടെയൊക്കെ ദൈവത്തിന്റെ വലിയ കരം കണ്ടു. അവനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടല്ല മോശയെ കൊണ്ടുവന്നത്. അതാത് സമയത്ത് ദൈവം കൊടുത്തു. അതാത് സമയത്ത് കൊടുക്കുന്നത് ശ്രദ്ധ വെച്ച് കേട്ടു. അത് അവൻ ദൈവത്തോട് അടുത്തിരുന്നു. അത് കേട്ടത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ചെയ്തു. ദൈവം കൊടുത്തതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. അതിനാൽ ഒരു വിജയം ലഭിക്കുവാൻ ഇടവന്നു. ആ ചെങ്കടലിൽ കടന്നത് മാത്രമല്ല, ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്നിട്ട് എന്തെല്ലാം പ്രതികൂലം അതിനിടയിൽ വന്നു. ഈ നടത്തിക്കൊണ്ടുവന്ന ജനം തന്നെ എതിരെയൊക്കെ ആയിത്തീരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. എന്നാൽ ഒടുവിലായി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആ മോശ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ആ പർവ്വതത്തിൽ താഴെ വരുമ്പോഴത്തേക്ക് ഇതാ അവർ വീണ്ടും വിഗ്രഹം ഉണ്ടാക്കുകയാണ്. ആ കാളക്കുട്ടിയെ ഉണ്ടാക്കി വണങ്ങുവാൻ പോകുകയാണ്. ഇത് കണ്ട ആകപ്പാടെ നമുക്കറിയാം, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം. എന്നാൽ ആ മോശ നിന്നുകൊണ്ട് ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് ആ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കോപം വരാതിരിക്കാൻ ജനത്തിന്റെ മധ്യത്തിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു മോശ. അതും കഴിഞ്ഞിട്ട് ദൈവത്തോട് അനേക കാര്യം മോശ പറയുന്നു. അത് 33-ാം അധ്യായം എക്സോഡസ് ചാപ്റ്റർ 33-ൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഒരു ഭാഗം ഞാൻ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രത്യേക ദൈവം എന്നോട് ഇടപെട്ട് ആ ഒരു വിഷയമായതുകൊണ്ട് അത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം വചനമെല്ലാം വായിക്കുന്നില്ല. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 12 മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ വചനം വായിക്കണ്ട. അവിടെ ഇങ്ങോട്ട് വന്നിട്ട് മോശ പറയുന്നുണ്ട്, നിനക്ക് ആകയാൽ 13 ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്തു. എന്നാൽ വീണ്ടും മോശ പറയുക, അവൻ യഹോവയുടെ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇല്ല എങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുതേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനമായി എനിക്ക്, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. ആ വചനത്തിൽ കൂടെ ദൈവം എന്നോട് ഇടപെട്ടതാ. ഭൂതലത്തിൽ വെച്ച വിശേഷതയുള്ളവരായിരിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ വേണം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ
ആ മോശയ്ക്ക് ഇതെല്ലാം അനുഭവിച്ച മോശ അടുത്തത് വീണ്ടും പറയുന്നു നിന്റെ തേജസ് കാണിക്കണമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ തേജസ് കാണിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇവിടെ എനിക്ക് പറയുവാൻ എന്നോട് ഇടപെട്ടതും എനിക്കവിടെ പറയുവാനുള്ളതും അതാ, നിങ്ങൾ ഭൂതലത്തിലുള്ളവരൊക്കെയും ഉള്ളതിലൊക്കെയും വിശേഷതയുള്ളവരായിരിക്കണം. നമുക്കറിയാം പഴയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് ആമേൻ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം. പുതിയ നിയമ ഇസ്രായേൽ നാമാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ വി ആർ ദ ന്യൂ ടെസ്റ്റമെന്റ്. ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽസ്. ആമേൻ സ്തോത്രം. നമുക്ക് ദൈവിക അവകാശം തന്നിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് നമ്മൾ വേർതിരിച്ചത്, നമ്മുടെ ഇഷ്ടം ചെയ്യുവാനല്ല. നമുക്ക് അനേക കാര്യങ്ങളുണ്ട്, അനേക കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹമെല്ലാം ചെയ്താൽ അതിനോടുകൂടെ ദൈവം വരത്തില്ല. എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടം ഒന്ന് ചെയ്യണം. കർത്താവിൻ്റെ ഇഷ്ടം ഒന്ന് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മാത്രം പോരാ, നമ്മുടെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ദിനം പ്രതി നാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ദൈവത്തിൻ്റെ ഇഷ്ടമെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ഉപദേശ സത്യമുണ്ട്, ജീവിക്കുന്നതിനുള്ള എല്ലാ വ്യവസ്ഥകളുമുണ്ട്. ഇത് രണ്ടും ഗോ ഹാൻഡ് ടു ഹാൻഡ് ആയിരിക്കണം. ആമേൻ. ഉപദേശ സത്യവും ജീവിതത്തിൻ്റെ മർമ്മങ്ങളും ജീവിക്കേണ്ട വിധവും അത് എല്ലാം അത് വചനത്തിൻ്റെ അനുസരണമായി തന്നെ ആയിരിക്കണം. അങ്ങനെ പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യം, അനോയിന്റിങ് ആവശ്യം. അത് മാത്രമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം നമുക്ക് ആവശ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നാം ഭൂമിയിലേക്ക് വിശേഷതയുള്ളവരായി തീരും. ആമേന് നമുക്ക് യാതൊരു കഴിവുമില്ല എന്ന് നാം ചിന്തിച്ചിരിക്കാം. നമ്മുടെ കഴിവുകളൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്കറിയാം. മറ്റു പലരേക്കാളും നാം ശ്രേഷ്ഠരല്ല എന്ന് നമുക്ക് ചിന്തിച്ചിരിക്കാം. എന്നാൽ ആമേൻ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ബൈ ഗോഡ്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ സകലവും സാധ്യമാ. ഈ ആത്മാവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം പ്രാപിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ ആമേൻ ഭൂമിയിൽ വിശേഷതയുള്ളവരായിരിക്കുവാൻ കഴിയുള്ളൂ. കർത്താവ് അത് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് ഈ ഭാഗം മാത്രം പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുക. ആമേൻ. എന്നോട് കർത്താവ് വ്യക്തമായി ഇടപെട്ട ഒരു വചനമാണ്, ഭാഗമാണിത്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ എന്നോട് ഇടപെട്ട വചനമായത്. ഭൂമിയിൽ വിശേഷതയുള്ളവരായി തീരുവാനാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ സെപ്പറേറ്റ് ചെയ്തതാ. നമ്മുടെ മറ്റു പലതും ഒന്നും നോക്കിയിട്ടൊന്നും അല്ല നമ്മളെ സെപ്പറേറ്റ് ചെയ്തത്. നമ്മൾ ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കും, കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് കർത്താവ് നോക്കും. കർത്താവിനെ അനുസരിക്കുന്നെങ്കിൽ നമ്മുടെ ആമേ കുറേ സെൽഫുകളൊക്കെ അവിടെ വെക്കും. അതെല്ലാം വെച്ചിട്ട് ദൈവത്തിൻ്റെ വാദപീഠത്തിലിരുന്ന് വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് നാം ഏൽപ്പിക്കും. നമുക്ക് വ്യക്തിപരമായിട്ട്, നമ്മുടെ കുടുംബമായിട്ട്, സഭാപരമായിട്ട്, ദേശത്ത് ഒക്കെ ചെയ്യുവാൻ ചില കാര്യങ്ങളുണ്ട്. ചെയ്യേണ്ടത് ചെയ്യണം, ദൈവത്തിൻ്റെ ഹിതത്തിൽ ചെയ്യണം. ഭൂവിൽ വിശേഷതയുള്ളവരായിരിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം, നിരന്തരം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണെങ്കിൽ, ആമേ രാവിലെ തോറും അധികാലം ഉണർന്ന് കർത്തൃമുഖത്ത് നോക്കുകയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ ചുരുക്കം പേർ ഇരിക്കുന്നുണ്ടല്ലോ. സഹോദരിമാർക്ക് ഒരുപക്ഷെങ്കിൽ സമയം കാണത്തില്ലെന്ന് പറയും, കാണും. തീർച്ചയായിട്ടും സമയം എടുക്കുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കുന്ന സഹോദരന്മാർ എല്ലാവരും ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, ഞാനും ഒരു ഔദ്യോഗിക മണ്ഡലത്തിൽ ഇരുന്നതാ. സമയം എടുത്ത് ആമേൻ രാത്രിയിൽ അനേക കാര്യങ്ങൾ കാണും. അതെല്ലാം കഴിഞ്ഞ് അധികാലം ഉണർന്ന് കർത്തൃപാദപീഠത്തിലിരുന്ന് ഏകയായി കർത്തൃമുഖത്ത് നോക്കി, നിങ്ങളുടെ ഉത്തേജനത്തിന് വേണ്ടി മാത്രം ഞാനത് പറയുന്നു. ആമേൻ ദൈവപാദപീഠത്തിൽ നോക്കിക്കൊണ്ട് കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവുമായ ഒരൊറ്റ ബന്ധത്തിൽ വരാത്ത ഒരൊറ്റ ദിവസം ഉണ്ടെങ്കിൽ അന്ന് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ പോരാൻ സാധ്യമല്ല. ആമേൻ സാന്നിധ്യം പ്രാപിക്കുവാൻ തടസ്സം എന്തൊക്കെയുണ്ട്? ചിലപ്പോൾ എൻ്റെ സെൽഫ് ആകാം. ഇനി സെൽഫ് ഡൈ ചെയ്യാത്ത ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധ്യമല്ല. ആമേൻ ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവിനെ തരും, ചോദിച്ചാൽ തരും, അതൊക്കെ ഉണ്ട്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ആമേൻ അനേക മണ്ഡലങ്ങളിൽ നമ്മുടെ സെൽഫ് ഉണ്ട്, അനേക മണ്ഡലങ്ങളിൽ നമ്മുടെ പാരമ്പര്യ സ്വഭാവങ്ങളുണ്ട്. ആമേൻ അതൊക്കെ ഇനിയും കാണും. എന്നിൽ അനേകമുണ്ട്, തമ്മിലൊക്കെ ഉണ്ട്. എന്നാൽ അതെല്ലാം കർത്തൃപാദപീഠത്തിലിരുന്ന് അതൊക്കെ ഒന്ന് മരിപ്പിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ ഒന്ന് ക്രൂശിച്ചിട്ട് പൂർണ്ണമായൊരു വിടുതലിലേക്ക് നടന്ന് ദൈവകൃപയെ അനുഭവിച്ച് പരിശുദ്ധാത്മാവ്
ആത്മാവിന്റെ നിറവില് ഇപ്പോൾ പ്രിയപ്പെട്ട മോനസം ബ്രദർ ഇവിടെ ഇങ്ങനെ അന്യഭാഷയിൽ ആരാധിക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്യഭാഷയുടെ വിടുതലിന്റെ ആരാധനയിൽ അത് അനുഭവിച്ചവർക്കേ അറിയാവൂ. അതിന്റെ ആരാധനയിലുള്ള വിടുതലുണ്ടല്ലോ, ആ വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കർത്താവിന്റെ ഇഷ്ടം നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല, ഏകരായിരുന്നു കൊണ്ട് ആ അനുഭവം പ്രാപിച്ചേ തീരും. പ്രിയപ്പെട്ട സഹോദരന്മാരോട് പ്രത്യേകം ഞാൻ പറയുക, ഏകരായിരുന്ന് നിങ്ങൾ പ്രതികൂലത്തിലൊക്കെ നിൽക്കുന്നവർ ഒരുപക്ഷെ കണ്ടേക്കാം. ഈ ആത്മാവിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ദിനം പ്രതി അധികാലത്തെ ഇരുന്ന് കർത്താവിന്റെ കീഴിൽ നിന്ന് പ്രാപിച്ചെടുത്തുകൊണ്ട് ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്ഥാനത്ത്, ഭവനത്തിലെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടവരും. അപ്പോൾ ഭർത്താവ് പറയും ആമേൻ ഇതിലെന്തോ പ്രത്യേകതയുണ്ട്, വിശേഷതയുള്ളവരാ. കുഞ്ഞുങ്ങൾ പറയും ഹല്ലേലൂയ ഇവരിൽ വിശേഷതയുണ്ട്, ഇവർ കർത്താവിന് വേണ്ടി പാഷൻ ഉള്ളവരാ. ആമേൻ കുഞ്ഞുങ്ങൾ പറയും, ആമേൻ മറ്റുള്ളവർ പറയും ഇവരിൽ സംതിങ് ഡിഫറൻസ് ഇൻ ദം. ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനല്ല, നാം ഭൂമിയിൽ വിശേഷതയുള്ളവരായിരിക്കുവാൻ തന്നെ കർത്താവ് നമ്മെ കൊണ്ട് ആശിക്കുന്നു. അല്ലെങ്കിൽ ആമേൻ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഒത്തിരി സമ്പത്ത് വാരി കൂട്ടിക്കൊണ്ട് എല്ലാം പണം വാരി കൂട്ടി ബാങ്കിൽ കൂട്ടി കണ്ടുകൊണ്ട് അങ്ങ് പോയച്ച മതിയോ? ആമേൻ ലഭിക്കുന്നത് കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ തരട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കേവലം അന്യഭാഷ പറയുവാനും കൂടി വന്ന് കൈയടിക്കുവാനും അതല്ലെങ്കിൽ ആത്മാവിന്റെ കൃപ ഉണ്ടെന്ന് പറയുവാനുമല്ല, ഒരു ജയജീവിതം നയിക്കുവാനാണ്. ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനോ, ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നുവെങ്കിൽ നാം വിശേഷതയുള്ളവർ തന്നെയായിരിക്കും. ആമേൻ ഹല്ലേലൂയ ആമേൻ. അങ്ങനെ അത് പ്രാപിക്കണമെങ്കിൽ ഞാൻ അതിലേക്ക് പോയാൽ സമയം പോകുമെന്നുള്ളത് കൊണ്ട്, ദൈവദാസന്മാരിൽ നിന്ന് കേൾക്കണമെന്നുള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആമേൻ സ്തോത്രം. എന്നാൽ ഒരു കാര്യം മാത്രം ഒന്ന് പറയട്ടെ, ഞാൻ അത് പ്രാപിക്കുവാനുള്ള ഒരു മർമ്മം കൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. അഭിഷേകം പ്രാപിച്ചവര് ദിനം പ്രതി കർത്താവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞല്ലോ, 81 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ ഇത് ദൈവം ആമേൻ ഇസ്രായേൽ ജനത്തിന് ഒരു ചട്ടമായി കൊടുത്തു. എന്താ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ഒരു ചട്ടമായി കൊടുത്തു. അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോഴുണ്ടല്ലോ ഒരു വേറെ അറിയാത്ത ഒരു ഭാഷ കേട്ടെന്ന് പറയുന്നു. നമുക്കത് പറയാം, ഈ ആമേൻ അന്യഭാഷ എന്ന് പറയാം. ഈ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ കൈകൾ കുട്ടവിട്ട് ഒഴിയുമെന്ന് പറയുന്നു. അത് നീക്കം വരാത്ത ലംഘിച്ചുകൂടാത്ത നിയമമെന്ന് 148 സങ്കീർത്തനത്തിൽ പറയുന്നു. ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും രാവിലെ തോറും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഹൃദയം പകർന്ന് കർത്താവിനാൽ നിറയപ്പെട്ട് കർത്താവ് പ്രവേശിക്കാത്ത ഒരൊറ്റ മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ അകമാണല്ലോ കർത്താവ് നോക്കുന്നത്. അകത്തോടെ എല്ലാ ആമേൻ ചിന്തകള്, വാക്കുകള്, ആമേൻ ഹല്ലേലൂയ നമ്മുടെ തോട്ട്സ് മാത്രമല്ല ഹല്ലേലൂയ നമ്മുടേതായ ഓരോ കാര്യങ്ങളും, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങള്, വികാര മണ്ഡലങ്ങൾ, ഇതെല്ലാം ഒന്ന് ശോധന ചെയ്ത് എല്ലാം ആ ക്രൂസിന്റെ അടിവാരത്തിൽ ഒന്ന് കൊണ്ട് വെച്ചിട്ട് ദൈവവചനത്താൽ ഒന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, ദൈവവചനമാണ് നമുക്ക് ആമേൻ എല്ലായ്പ്പോഴും ഉറപ്പും ധൈര്യവും തരുന്നത്. ഈ വചനം ഉണ്ടെങ്കിലുണ്ടല്ലോ, വചനം അകത്തുണ്ടെങ്കിൽ, ഈ വചനത്താൽ നിറയപ്പെട്ടെങ്കിൽ, ഈ ആത്മാവിനാൽ നിറയപ്പെട്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഹല്ലേലൂയ ആമേൻ. ആ ഉറപ്പ് നമുക്കൊന്ന് ലഭിച്ച് ഓരോ നിമിഷവും അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ നമുക്ക് റിപ്പൻഡൻസ് വരും. ആമേൻ. നമുക്ക് എവിടെയൊക്കെ തകരാറുണ്ടോ ഉടൻ റിപ്പൻഡൻസ് വരും. കർത്താവെ ഞാൻ തകർന്നു പോയി, കർത്താവെ എനിക്ക് അവിടെ സ്നേഹം കുറഞ്ഞു പോയി, എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഇടപെട്ടതിൽ പോരെ കർത്താവെ, ആമേൻ എനിക്ക് എൻ്റെ സെൽഫ് ഇവിടെ ഉയർന്നു പോയി. ഇതൊക്കെ ഉടൻ തന്നെ നമുക്ക് റിപ്പൻഡൻസ് വരും. അത് നമുക്കും കർത്താവിനും അറിയാം. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവകൃപയെ ആർജിച്ചുകൊണ്ട് അപ്പോൾ കർത്താവിന്റെ ആത്മീയത തരും. നമ്മളിവിടെ നിൽക്കുന്നിടത്ത് നിൽക്കാനാണോ? മുന്നോട്ട് പോകണം. ആമേൻ. ഒരു കൂടിവരവ് സന്തോഷമാണ്, ഇവിടെ ഒരു കൂടിവരവ് സന്തോഷമാണ്. എനിക്കും സന്തോഷം തന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അത് മതിയോ? ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മെ ആമേനെ കണ്ടിട്ടുള്ളത് മറ്റനേക കാര്യങ്ങൾക്കും കൂടെയാണ്. ഒന്ന് പ്രാപിച്ചെടുക്കണം. ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഒന്ന് പ്രാപിച്ചെടുത്തിട്ട് ആ ബലവുമായി പോയി ജീവിതങ്ങളെ വിടുതൽ ചെയ്യണം. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉയർത്തിവിട്ട ഒരു കാര്യമുണ്ടായിരുന്നു. 38 കാലങ്ങളായിട്ട് കുളക്കരയിൽ കിടന്ന ഒരു രോഗി, 38 വർഷവും അവിടെ കിടക്കുക. നാം അതുപോലെ കിടന്നാൽ മതിയോ? എന്നാൽ ഒരിക്കൽ യേശു അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഹല്ലേലൂയ ചില കാര്യമൊക്കെ അവിടെ നടന്നു നമുക്കറിയാം.
അതിൽ പോകുന്നില്ല ഞാൻ. ആ ഒരൊറ്റ ദിവസം മതിയായിരുന്നു. കർത്താവ് അവിടെ ചെന്നു, ആ രോഗിയൊന്ന് വിടുതൽ പ്രാപിച്ചു. ആ ഒരു അനുഭവം നമുക്ക് കടന്നു വരണം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ അനുഭവം പ്രാപിക്കണം, ഏകരായിരിക്കുമ്പോൾ അനുഭവം പ്രാപിക്കണം, ഒരുമിച്ചായിരിക്കുമ്പോൾ അനുഭവം പ്രാപിക്കണം. അത് കുറഞ്ഞതൊന്നും ആകരുത്. അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ നാം കടന്നു പോകരുത്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ ഒരു ദിവസം തുടങ്ങരുത്. ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ രാവിലെ മുതൽ വൈകിട്ട് വരെയും, വൈകിട്ട് മുതൽ രാവിലെ വരെയും, അങ്ങനെ ദിനം പ്രതി മുഴുവനും, നമ്മുടെ ജീവിതകാലം മുഴുവനും, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാ ചെയ്തികളും ദൈവഹിതത്തിലും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലും പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിലുമായിരുന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ കാണും. അപ്പോൾ ജനവും പറയും, നിങ്ങൾ ഭൂമിയിലുള്ളവരിലെ വിശേഷതയുള്ളവരാണ്. അപ്രകാരമുള്ളതായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രത്യേക വിടുതലെന്ന് പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രേയർ വെച്ച് നടക്കുന്ന മീറ്റിംഗിന്റെ ഒരു ഭാഗമായിരുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു നിൽക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനുമായോ ഈ മിനിസ്ട്രിയുമായിട്ടോ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിലിലോ ടെലിഫോൺ നമ്പറിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ ഡാളസിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ, ഹെവൻലി കിങ്ഡം ഫെലോഷിപ്പിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എവറി സൺഡേ ഈവനിങ് 6 to 8:30 നടക്കുന്ന മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രേയറിലേക്കും നിങ്ങൾക്ക് സ്വാഗതം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും വീണ്ടും ധാരാളമായി